കഴിഞ്ഞ ദിവസം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റോസ്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഷ്റൂം റോസ്റ്റ് പുട്ടുകൂടെ മിക്സായി വരുന്ന സമയത്ത്, അതായത് ഒരു മഷ്റൂം പുട്ട് എങ്ങനെ നല്ല രുചിയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഇതിലേക്കുള്ള മഷ്റൂം മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു 250 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി കനത്തോട് കൂടി തന്നെ മുറിച്ചൊരു സൈഡിലേക്ക് എടുത്തു വെക്കാം. മഷ്റൂം മസാല ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള മഷ്റൂം റോസ്റ്റിൽ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഒരു ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സവാള ചേർത്തിട്ട് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. സവാള വഴന്നു വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ പെപ്പർ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചിട്ടുള്ളത് ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പെപ്പർ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് നല്ലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി റെഡിയാക്കി എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം മഷ്റൂം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നല്ല തരിയോട് കൂടിയിട്ടുള്ള പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ബ്രാൻഡാണോ നന്നായിട്ട് സെലക്ട് ചെയ്ത് ഏതോ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഈസ്റ്റേൺ പുട്ടുപൊടി വലിയൊരു കുഴപ്പമില്ലാന്ന് തോന്നും. അതുപോലെ തന്നെയാണ് അജ്മി പുട്ടുപൊടിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പൊടിയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനെപ്പോഴും ഈ ഒരു രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പൊടിയിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഈ 1 കപ്പ് പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്, പച്ചവെള്ളമല്ല. അപ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് 1/4 കപ്പിൻ്റെ അടുത്ത് കേട്ടോ. ഓരോ പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒഴിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ മൊത്തത്തിൽ ഈ വെള്ളം ഇതിലേക്ക് ഒന്നിച്ചങ്ങ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൊടി മൊത്തത്തിൽ കുഴഞ്ഞ് നാശമായി പോവില്ലേ എന്നുള്ളത്. പ്രശ്നമില്ല. ഈ രീതിയിൽ അത്യാവശ്യം തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊടിയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒഴിച്ച് ഉടനെ മിക്സ് ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം, എല്ലാ പുട്ടുപൊടിയിലേക്കും ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നോക്കണം. ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ അജ്മി പുട്ടുപൊടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഈ രീതിയിൽ തന്നെയാണ് നനച്ചെടുക്കുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു പൊടിയിലേക്ക് വെള്ളമൊക്കെ കുറച്ചിങ്ങനെ വലിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് കൈ ഉപയോഗിച്ച് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളിനി സാധാരണ പുട്ടുപൊടി ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, കൈ വെച്ചിട്ട് കട്ടകളൊക്കെ ചെറുതായിട്ട് അങ്ങ് ഉടച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ നല്ല തരിയുള്ള പുട്ടുപൊടിയിൽ മാത്രമേ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും. തരി വളരെ കുറഞ്ഞ പുട്ടുപൊടിയാണെങ്കിൽ. ഇങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നുന്നത്. കാരണം പുട്ട് നനഞ്ഞോ പുട്ടുപൊടി നനവായോ ഇല്ലേ എന്നുള്ള ഡൗട്ടൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ 1 കപ്പ് പുട്ടുപൊടി എടുത്താൽ ഇപ്പോൾ ഒരു 2-3 കപ്പിൻ്റെ അടുത്ത് അത് ഒരു ഡബിൾ ത്രിബിൾ ക്വാണ്ടിറ്റി ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. അതായത് ആ പുട്ടുപൊടിൻ്റെ അളവ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്താൽ മതി. ആദ്യമേ കുറേ എടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുട്ടുപൊടി ബാക്കിയായി പോകും. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിടാം. ഇപ്പം നമ്മുടെ ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയിലാണെങ്കിലും ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കേണ്ട രീതി പറയുന്നില്ല. സാധാ പച്ചവെള്ളം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുന്ന സമയത്ത് പുട്ടിന് ഭയങ്കര നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൊടി നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് തേങ്ങയൊക്കെ ചിരവി എടുക്കുന്ന ആ ഒരു സമയം തുറന്ന് വെക്കണ്ട, ഒന്ന് അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുട്ടിൻ്റെ കുറ്റിയിൽ ആദ്യം തന്നെ ചില്ലി ഇടേണ്ട കാര്യം മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂം മസാല. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും പുട്ടായി വരുന്ന സമയത്ത്, ഇടയ്ക്കൊരു ഇത്തിരി ക്യാരറ്റ് ഉണ്ടാവുന്ന സമയത്ത്. ആദ്യം ഈ പുട്ടുകുറ്റിയിലേക്ക് ഒരു 1-2 ടീസ്പൂണ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അളവ് ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ആദ്യം ഇട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂം മസാല ഉണ്ടല്ലോ അതൊരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ പുട്ടുകുറ്റിയുടെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ഇത് ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊടിയുടെ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത്. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ ഇടയ്ക്ക് ഈ മസാലേൻ്റെ തൊട്ട് മുമ്പ് തേങ്ങ വരികയാണെങ്കിൽ നമ്മൾ പുട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഇത്തിരി ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ആ മഷ്റൂം മസാലയുടെ മുകളിൽ തന്നെ ഇട്ടാൽ പുട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതായത് പുട്ടിൻ്റെ ഉള്ളിൽ ആ പുട്ടുപൊടി വൈറ്റ് കളറിൽ കിടക്കുമ്പോൾ അതിലൊരു ഇത്തിരി ഓറഞ്ച് കളർ ക്യാരറ്റ് വരുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കും 1-2 ടേബിൾ സ്പൂൺ മഷ്റൂം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാട്ടോ സെറ്റ് ചെയ്യുന്ന രീതി. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം മസാല ഇട്ട ഉടനെ തന്നെ തേങ്ങ മസാലയുടെ മുകളിൽ വന്നിട്ട് പുട്ടുപൊടി മുകളിൽ വന്നാൽ പുട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കൂടുതലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മസാലയുടെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വിരൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. തേങ്ങ കാരണം പുറത്തേക്ക് പുട്ടെടുക്കുന്ന സമയത്ത് തേങ്ങ ഒരുപാട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പുട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ പ്രഷർ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പുട്ടുകുറ്റി ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് മതിയാവും. സാധാരണ നമ്മൾ പുട്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണല്ലോ. അതായത് ഒരു 3 മിനിറ്റ് കൊണ്ട് ആവി നന്നായിട്ട് മുകളിലൂടെ ആവി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ ആവിയൊക്കെ നന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. പുട്ട് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. അടപ്പ് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് പുട്ടെടുക്കാം. ഇനി ബാക്കിയുള്ള പുട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് പുട്ടുപൊടി വെച്ചിട്ട് 2 കുറ്റി പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. പക്ഷേ എടുത്തിട്ടുള്ള മഷ്റൂം മസാല ഒരു 3 കുറ്റി പുട്ടിനുള്ളതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 ആയിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പുട്ടും മഷ്റൂം മസാലയും കൂടെ വരുന്ന മിക്സ് നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷൻ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വേറെ സൈഡായിട്ട് വേറെ കറികളൊന്നും തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടെ സൈഡിൽ വെക്കാം. അപ്പം ഈ ഒരു രീതിയിൽ പുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്